ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണി ശരണ്യയെയും ഭർത്താവിനെയും സാക്ഷിയായി കൊണ്ടുവരികയാണ്. ശരണ്യ ഭർത്താവിനെ കൊണ്ടുവരുമ്പോൾ ഭർത്താവോ എന്നുള്ള രീതിയിൽ ആ ഗന്ധം വിട്ട് നിൽക്കുകയാണ് പ്രകാശനും വിക്രവും. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വിക്രം വരുത്തി വെച്ച ഓരോ കാര്യങ്ങളും തൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ, തൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള കാരണങ്ങളെല്ലാം തന്നെ കോടതിയിൽ നിരത്തുകയാണ് നമ്മുടെ ശരണ്യ. അത് കേൾക്കുമ്പോൾ പ്രകാശൻ ചോദിക്കുന്നുണ്ട്, ഡാ അവൾ പറഞ്ഞൊക്കെ സത്യമാണോടാ എന്ന് ചോദിച്ചിട്ട് വിക്രത്തിൻ്റെ കോളറിനെ കുത്തനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. വിക്രം തല കുമ്പിട്ടിരിക്കുകയാണ്, ഒന്നും പറയാനാകാതെ. അതേ സമയത്ത് പിന്നീട് ജഡ്ജി വിധിക്കുന്നുണ്ട്, എന്തായാലും വിക്രം ഈ കാര്യത്തിൽ തെറ്റുകാരനാണെന്നും അതുപോലെ തന്നെ കല്യാണി ചെയ്തത് ഒരു കുറ്റം ആയി ഇവിടെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നും ഇങ്ങനെയുള്ള ആൾക്കാരെ തല്ലുകയല്ല അതിലും വലുത് ചെയ്യണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കോടതി വിധിക്കുന്നുണ്ട്. അങ്ങനെ തക്ക ശിക്ഷ തന്നെ വിക്രത്തിന് കോടതി വിധിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് കോടതിയൊക്കെ വിട്ടതിന് ശേഷം ശരണ്യ തൻ്റെ ഭർത്താവിനെയും കൊണ്ട് ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതായത് പ്രകാശനൊക്കെ താമസിച്ചിരുന്ന വീട്, ശരണ്യയുടെ സ്വന്തം വീട്ടിലേക്ക്. അവിടെ എത്തുമ്പോൾ ശരണ്യ ഒരു വീൽ ചെയറിൽ ഇങ്ങനെ ഒരാളെയും കൊണ്ടുവരുന്ന കാഴ്ചയാണ് പ്രകാശൻ്റെ അമ്മ കാണുന്നത്. അപ്പോൾ പ്രകാശൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ആരാടി ഇതാരാ ഇവിടേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ ചോദിക്കുമ്പോൾ ഇതെൻ്റെ ഭർത്താവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന അമ്മമ്മ ചോദിക്കുക, നിനക്ക് എന്താടി പെണ്ണെ വട്ട് പിടിച്ച, നീ എന്തൊക്കെ പ്രാന്താണ് ഈ വിളിച്ച് പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മമ്മ അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ശരണ്യ പറയാണ്, ഭ്രാന്ത് പിടിച്ചത് നിങ്ങൾക്കാണ്, നിങ്ങളെ കൊച്ചുമകനെ കൊണ്ട് നിങ്ങളും നിങ്ങളുടെ മകനും നിങ്ങളെ കൊച്ചുമകനാണ് ഭ്രാന്ത്. ഇതെൻ്റെ ഭർത്താവാണ്, നിങ്ങളുടെ പേരക്കിടാവ് എൻ്റെ ഭർത്താവൊന്നുമല്ല. അവന് തക്ക ശിക്ഷ ജയിലിലോട്ട് പോയിട്ടുണ്ട്, തക്ക ശിക്ഷ തന്നെ കോടതി വിധിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അമ്മൂമ്മ ആ വാർത്ത കേട്ട് ആ ഗന്ധം വിട്ട് നിൽക്കാണ്, എന്താണ് സംഭവിച്ചതെന്നും അറിയാതെ. അതിനുശേഷം കാര്യങ്ങളെല്ലാം അമ്മൂമ്മ വ്യക്തമാക്കി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അമ്മൂമ്മയോട് അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി പോവാൻ നമ്മുടെ ശരണ്യ ആവശ്യപ്പെടുകയാണ്. ഇനി ഈ വീട്ടിൽ നിങ്ങളുടെ ഒരാളുടെ ആവശ്യമില്ല, ഇറങ്ങിപ്പൊക്കോളണം ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ശരണ്യ അമ്മൂമ്മയെ അവിടെ നിന്നും ആട്ടിയിറക്കുകയും ചെയ്യുന്ന ഭാഗമൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്